ഇത്തവണ വോട്ട് ചെയ്യാൻ വരുമ്പോൾ നിലപാടുകളെ സ്വാധീനിച്ച പ്രശ്നങ്ങളൊക്കെ എന്തൊക്കെയാ? ഇല്ല, ഈ പറഞ്ഞ പോലെ എന്താണ് രണ്ട് നമ്മള് രണ്ട് പക്ഷവും എല്ലാ പക്ഷത്തിലുള്ളവരും പറയുന്ന ഇതൊക്കെ കേട്ട് പറഞ്ഞ പോലെ വിലയിരുത്തി തന്നെയാണ്. അതെ, സ്ഥാനാർത്ഥികളൊക്കെ തന്നെ വിശാഖനോടൊപ്പമുള്ള ചിത്രങ്ങളൊക്കെ ഫേസ്ബുക്കിലേക്ക് ആദ്യം തന്നെ പ്രചരിക്കുന്നത് സെലിബ്രിറ്റി വോട്ടുകളൊക്കെ ഉറപ്പാക്കുന്നത്. ഈ പറഞ്ഞ പോലെ അതെ, അദ്ദേഹം വീട്ടിലൊരു ദിവസം വിളിച്ചിട്ട് അങ്ങനെ വരുവുണ്ടായത്. അത് അങ്ങനെ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ പറഞ്ഞു. നമ്മൾ കുറെ നാളായിട്ട് ഈ ഒരു ഇലക്ഷന്റെ ഒരു എന്താ പറയാ, ഈ ഒരു ദിവസത്തിന് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പിലായിരുന്നല്ലോ. അപ്പം ഈ പറഞ്ഞ പോലെ എല്ലാവരുടെയും അഭിപ്രായങ്ങളും കാര്യങ്ങളും ഭരണവും ഈ പറഞ്ഞ പോലെ പ്രതിപക്ഷത്തിന്റെ അവർ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളും എല്ലാം നമ്മൾ വിലയിരുത്തി തന്നെ തീരുമാനത്തിലെത്തുന്നു. വർഷങ്ങളായിട്ട് തൊടുപുഴയിൽ വോട്ട് ചെയ്യുന്ന ഒരാളാണ്. ഇത്തവണ ജോസഫ് സാർ മാറിയിരിക്കുകയാണ്. അതിനെ എങ്ങനെയാണ് കാണുന്നത്? അതെ, അത് സത്യം പറഞ്ഞ ജോസഫ് സാറാണ് എപ്പോഴും നമ്മള് എന്താ പറയാ, ഇലക്ഷൻ എന്ന് പറയുമ്പോൾ ജോസഫ് സാറിന്റെ ഒരു മുഖമാണ് നമ്മളെപ്പോഴും മനസ്സിൽ കാണാറുള്ളത്. അത് ഈ എന്താ പറയാ, ഇപ്രാവശ്യം അതെ അദ്ദേഹത്തിന്റെ മകനാണ്, ആണ്. അതെ, അതെ, എല്ലാവർക്കും എല്ലാ ആശംസകളും. പൊളിറ്റിക്സ് ഉണ്ടോ? വ്യക്തിപരമായ പൊളിറ്റിക്സ് ഉണ്ടോ ഏതെങ്കിലും പക്ഷത്തോടൊപ്പം? ഇല്ല, അങ്ങനെ എന്താ പറയാ, ഉണ്ടോന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിലൊക്കെ ഒരു, എനിക്കൊന്ന് പലപ്പോഴും നമ്മുടെയൊക്കെ ഒരു ക്യാരക്ടർ ബേസ് ചെയ്താന്ന് തോന്നുന്നു നമ്മളൊരു പൊളിറ്റിക്സ് അല്ലേ. നമ്മുടെ എന്റെ ഒരു സ്വഭാവത്തിന് ചേർന്നൊരു പക്ഷം എനിക്കുണ്ട്. മകളുടെ ആദ്യത്തെ വോട്ട് അല്ലല്ല, സെക്കൻഡ് വോട്ട് തദ്ദേശാതെരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്തു ആണോ? എന്തോ ഇതിനു മുമ്പ് ഒരു വട്ടം വോട്ട് ചെയ്തു. എങ്ങനെയാണ്? രാഷ്ട്രീയം ഉണ്ടോ അച്ഛനെ പോലെ? ഇല്ല, അത്രയും ഇല്ല. അച്ഛൻ പറയുന്നത് പോലെയാണോ വോട്ട് ചെയ്യാറ്? അങ്ങനെയൊന്നുമില്ല, ജസ്റ്റ് എല്ലാം കോമൺ ആയിട്ട് അറിയുന്നു. പിന്നെ ഏതാ ബെറ്റർ എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു അത് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. പുതിയ വോട്ടർ എന്ന നിലയിൽ എന്തൊക്കെയാ നിങ്ങളെ സ്വാധീനിക്കുന്നത്? അയ്യോ, അങ്ങനെയൊക്കെ പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ എന്തായിരുന്നു ശരി, ഒരു വിഷയം ഉണ്ടാവുമല്ലോ നിങ്ങൾക്ക് ശരിയാണെന്ന് തെറ്റാണെന്ന് തോന്നി എന്തെങ്കിലും? അങ്ങനെ ഒരുപാട് ആലോചിച്ച് പോയാൽ ഭയങ്കര കൺഫ്യൂഷൻ. എനിക്ക് പേഴ്സണലി അങ്ങനെയാണ്, കുറെ ആലോചിച്ച് അങ്ങനെ ആലോചിച്ച് ഭയങ്കര കൺഫ്യൂഷനാണ്. അപ്പൊ ബ്ലാങ്ക് ആയിട്ട് ചെല്ലുക, അവിടെ ചെന്നിട്ട് എനിക്ക് ആ സമയത്ത് ഏതാണോ റൈറ്റ് എന്ന് തോന്നുന്നത് അത് ചെയ്യുന്നത്. അങ്ങനെയൊന്നും ഇല്ല. ഐ എം നോട്ട് ഇൻ ടു പൊളിറ്റിക്സ് അത്രയും, അതുകൊണ്ട് മണ്ടത്തരം പറഞ്ഞു. എനിക്കൊന്ന് ഉത്തരത്തുനിന്ന് തന്നെ ഏതാണ്ട് എത്രത്തോളം ധാരണയുണ്ട്. എന്തോ അതെ, എപ്പോഴും എന്താ പറയാ, ജനങ്ങളുടെ ഒരു പക്ഷം, ജനങ്ങൾ തീരുമാനിക്കുന്ന ആ പക്ഷം ജയിക്കട്ടെ അല്ലേ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.